Good afternoon. Good afternoon, teacher. ഏത് കുട്ടിയാണ് ഇവിടെ ക്ലാസ്സിൽ പഠിക്കാൻ വന്നിരിക്കുന്നേ? എന്താണ് പേര്? മോളുടെ പേരെന്താ? ഹയാബിനു. ഓക്കെ. എന്താണ് പഠിക്കാൻ വേണ്ടി വന്നേക്കാണോ അമ്മയുടെ ക്ലാസ്സില്? ആണോ? അമ്മ പഠിക്കാനുണ്ടോ ക്ലാസ്സില്? അമ്മ മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ടോ വീട്ടിലിരുന്ന്? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ബ്ലഡ് ബാങ്കിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു റെഡ് ക്രോസ് സൊസൈറ്റിയാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്കറിയാം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ അത് മാത്രമല്ല, അവിടെ മറ്റൊരുപാട് ഫങ്ഷൻസുകൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഹോൾ ബ്ലഡ് ആയിട്ടാണ് കളക്ട് ചെയ്തിരുന്നത്. WHO ഹോൾ ആണ് കേട്ടോ. അതായത് ഹോൾ ബ്ലഡ് ആയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് കുപ്പികളിലാക്കിയിട്ടാണ് അന്ന് കാലങ്ങളിൽ സൂക്ഷിച്ചിരുന്നതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ആവശ്യമുള്ള ആളുകൾക്ക് മൊത്തമായിട്ട് തന്നെ ആ ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളന്ന് ചെയ്തിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇങ്ങനെ ഹോൾ ബ്ലഡ് ആയിട്ട് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലെ. അത് മാത്രമല്ല, ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ അത് അവരുടെ ശരീരത്തിന് മറ്റു പല പ്രതികൂലമായിട്ടുള്ള പല റിയാക്ഷൻസും ഉണ്ടാകും. അപ്പോ അങ്ങനെ ഒരു ആശയത്തിൽ നിന്ന് പിന്നീട് എന്തിലോട്ട് മാറി, ആവശ്യമുള്ള രോഗിക്ക് ആവശ്യമുള്ള കമ്പോണന്റുകൾ മാത്രം കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പിന്നീട് എങ്ങനെ മാറി, ഹോൾ ബ്ലഡിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡിഫറെന്റ് കമ്പോണന്റുകളാക്കിയിട്ട് മാറ്റാൻ തുടങ്ങി അല്ലെ. അതായത് RBC ഒരു കമ്പോണന്റ്, WBC ഒരു കമ്പോണന്റ്, പ്ലേറ്റ്ലെറ്റുകൾ ഒരു കമ്പോണന്റ്, പ്ലാസ്മ ഒരു കമ്പോണന്റ്, അങ്ങനെ നമ്മള് ഡിഫറെന്റ് കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡ് ബാഗുകളിലാക്കിയിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. ഇപ്പൊ നിലവിൽ അങ്ങനെയാണ് ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം കൊടുത്താൽ മതി. അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ, വിളർച്ച ബാധിച്ചിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് RBCയുടെ കൗണ്ട് ആയിരിക്കും കുറവ്. അപ്പൊ അവർക്ക് ഏത് കമ്പോണന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി, RBC എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം അവർക്ക് നമ്മൾ കൊടുത്താൽ മതി അല്ലെ. ഇപ്പൊ ചില രോഗികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് WBCയുടെ അളവായിരിക്കും കുറവുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതുപോലെ ഇപ്പൊ ഡെങ്കി ഫീവർ ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് ആയിരിക്കും കുറവായിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് പ്ലേറ്റ്ലെറ്റ് കമ്പോണന്റുകൾ മാത്രം കൊടുക്കുക. ഇനി ലിവർ ഡിസീസസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്ലാസ്മ കമ്പോണന്റുകളായിരിക്കും കൂടുതൽ ആവശ്യമായിട്ട് വരും. അവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യമാണ്, നമ്മൾ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതൊന്നും പഠിക്കാനില്ല, എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും നോബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോട്ടോകോൾസുകളുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിലെ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വരുന്നത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ള ആളുകളും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ശരീരത്തിന്റെ ഭാരം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് 45 കിലോഗ്രാം ഭാരം, അതിന് മുകളിൽ ഭാരമുള്ളവർ, അത്രയും ശരീരഭാരമുള്ളവർക്ക് മാത്രമേ, 45 കൂടുതൽ ശരീരഭാരമുള്ളവർ മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അറ്റ് എ ടൈമിൽ നമ്മളൊരു 300 ml ബ്ലഡ് ആണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ സാധാരണ നമ്മൾ 3 മാസത്തിലൊരിക്കൽ, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 4 മാസത്തിലൊരിക്കലാണ് പറയുന്നത്. പക്ഷെ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള അമ്മമാര്, മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞു വെക്കാം. പിന്നെ ആരാണ് ഡോണർ, ആരാണ് റെസിപ്പിയന്റ്? ആരാണ് ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആരാണ് ഡോണർ എന്ന് പറഞ്ഞാല്? ആരാണ് പറഞ്ഞേ? ആരുമില്ലേ ക്ലാസ്സില്? 28 പേര് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയാമോ? ഓക്കെ, ശ്രീലക്ഷ്മി വെരി ഗുഡ്, കറക്റ്റ് ആണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഫിന അല്ലെ? മനുവിന്റെ പേര് ഫിന എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, ബ്ലഡ് കൊടുക്കുന്ന ആള് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മി ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെന്താ ദൈവപ്രിയ, നിന്നി ഓക്കെ, ശിബില കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെ? അവരെ നമ്മൾ എന്താ പറയാ? ഡോണർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. ദാതാവ് എന്നാണ് പറയാ. ബ്ലഡ് സ്വീകരിക്കുന്ന ആളിനെ നമ്മൾ റെസിപ്പിയന്റ് അഥവാ സ്വീകർത്താവ് എന്നാണ് നമ്മൾ പറയും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നിന്നി, റഷി ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, ഒരു ബ്ലഡില് എത്ര കമ്പോണന്റുകൾ ഉണ്ടെന്ന് അറിയാമോ? അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു. എത്രയായിരുന്നു? 4 കമ്പോണന്റുകളാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ്. ഒന്ന് RBC, റെഡ് ബ്ലഡ് സെൽ അഥവാ ചുവന്ന രക്താണുക്കള്. പിന്നെ അടുത്തത് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കള്. പിന്നെ പ്ലേറ്റ്ലെറ്റുകള്, പിന്നെ എന്താണ് പ്ലാസ്മ. അങ്ങനെ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് ഇതിൽ വരുന്നത്, ഈ പറയുന്ന ബ്ലഡിനകത്ത് വരുന്നത്. അപ്പൊ ഓരോ കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്നും ഓരോ കമ്പോണന്റുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടാവും ബ്ലഡ് ബാങ്ക് കേട്ടോ. ഇത് മൊഡ്യൂൾ 2 വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം നമുക്ക്. ദ ടേം ബ്ലഡ് ബാങ്ക് generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where pre-transfusion and blood compatibility testing is executed. ഓക്കെ, എന്താണ്? ഒരു വലിയൊരു സെന്റൻസ് ആണ് അല്ലെ? എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാല്? അത് ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ, യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാൽ? എന്താണ് പാത്തോളജി? മറന്നുപോകരുത്. പാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസസ് എന്നാണ് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. പാത്തോളജി രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാല് രോഗങ്ങള്, രോഗകാരണങ്ങള്, രോഗലക്ഷണങ്ങള്, രോഗാണുക്കള്, അവയെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനമാണ് പാത്തോളജി എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ലാബ് തന്നെയാണ് അല്ലെ? കാരണം അവിടെ ഒരുപാട് ടെസ്റ്റിങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അല്ലെ? അതാണ് അവിടെ പറയുന്നത്. വെറുതെ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ടേക്സ് പ്ലേസ്. ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ, അങ്ങനെയുള്ള ബ്ലഡ് പ്രോഡക്റ്റുകളുടെ സ്റ്റോറേജും. പിന്നെന്താണ്? pre-transfusion blood compatibility testing is executed. അവിടെ 2 വാക്കുകൾ നമുക്ക് പരിചയമില്ലാത്തതാണ് അല്ലെ? ഒന്നെന്താണ്? pre-transfusion. pre-transfusion പറയുന്നതിനേക്കാളും മുമ്പ് എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദ എന്താണ് ട്രാൻസ്ഫറിംഗ് ദ കമ്പോണൻസ്, ബ്ലഡ് കമ്പോണൻസ് ഫ്രം ഡോണർ ടു റെസിപ്പിയന്റ് എന്നാണ് കേട്ടോ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person
ടു അനദർ പേഴ്സൺ. നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, അല്ലെ? ഒരു വ്യക്തിയിൽ നിന്ന് അഥവാ ഡോണറിൽ നിന്ന് ഒരു റെസിപ്പിയന്റിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞ എന്താണ്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആണ്. പ്രീ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫ്യൂഷന് മുമ്പാണ്, അല്ലെ? എന്ന് പറഞ്ഞാല് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓടിപ്പോയി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണോ ചെയ്യുക? അല്ല. നമ്മൾ അതിന് മുമ്പ് ഒരുപാട് ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കണം, അല്ലെ? ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ, ഗ്രൂപ്പുകൾ മാച്ച് ആവുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും, അല്ലെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും പിന്നെ എന്താണ് പറയുന്നത്, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. എന്താണ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാല്? രക്ത അനുയോജ്യത. എന്താണ് രക്ത അനുയോജ്യത എന്ന് പറഞ്ഞാല് എല്ലാവർക്കും എല്ലാ ബ്ലഡ് കൊടുക്കാൻ, എല്ലാവർക്കും എല്ലാ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ആ ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഗ്രൂപ്പുകൾ ടെസ്റ്റ് ചെയ്യണം, ആർച്ച് ടെസ്റ്റ് ചെയ്യണം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബ്ലഡ് നമുക്ക് ട്രാൻസ്ഫ്യൂഷന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ, രക്ത അനുയോജ്യത പരിശോധനകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണ്. അവിടെ എന്താണ്, ബ്ലഡ് പ്രോഡക്റ്റുകളുടെ സ്റ്റോറേജും അതുപോലെ തന്നെ എന്താണ്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ചുരുക്കി പറഞ്ഞ് നമുക്ക് മനസ്സിലാവണം, ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ വെറുതെ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സ്ഥലമായിട്ട് മാത്രം കണക്കാക്കരുത്. അവിടെ ഒരുപാട് ഫങ്ഷൻസുകൾ, ഒത്തിരിയേറെ ടെസ്റ്റുകളും മറ്റും ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇപ്പൊ പറഞ്ഞതാണ് കേട്ടോ. അതായത് ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് കളക്ഷൻ, അല്ലെ, ബ്ലഡ് നമ്മൾ ശേഖരിക്കുന്നു, പ്രോസസ് ചെയ്യുന്നു, അല്ലെ? പ്രോസസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഹോൾ ബ്ലഡ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന് പല പല കമ്പോണന്റുകളായിട്ട് നമ്മൾ തിരിക്കും, അല്ലെ? അതാണ് ഇവിടെ പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ടെസ്റ്റിംഗ്, പരിശോധനകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ നടത്തും, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ എന്താണ്, സെപ്പറേഷൻ ആണ്, അല്ലെ? നമ്മൾക്കറിയാം ഹോൾ ബ്ലഡ് ആയിട്ടാണ് ബ്ലഡ് ബാങ്കിലോട്ട് വരുന്നത്. നമ്മൾ അതിന് RBC അല്ലെങ്കിൽ WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ നമുക്ക് പല പല സെപ്പറേറ്റ് ചെയ്യണം കമ്പോണന്റുകൾ, അല്ലെ? ആൻഡ് സ്റ്റോറേജ്. പിന്നെ എന്താണ്, സ്റ്റോർ ചെയ്തിരിക്കുന്നു, അല്ലെ? ഓക്കെ. ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. അടുത്ത നോക്കി, WHO developed a global approach to blood safety to curtail the burden of diseases due to the unsafe blood transfusion. WHO എന്താണ്? WHO എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഇന്നിപ്പോ WHO എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, അല്ലെ? ലോകാരോഗ്യ സംഘടന. അപ്പോ ഇത്തരത്തില് നമ്മൾ ഒരു സുരക്ഷിതമല്ലാത്ത ട്രാൻസ്ഫ്യൂഷനിലൂടെ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ കുറയ്ക്കാനായിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ആഗോള സമീപനം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ ശരിയായിട്ടുള്ള പരിശോധനകൾ ഒന്നും നടത്തുന്നില്ല. നമ്മൾ വരുന്ന ബ്ലഡ് വേണ്ടത്ര പരിശോധനകൾ ഇല്ലാതെ മറ്റൊരാളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ മറ്റൊരു അസുഖം ഇല്ലാത്ത ആളിലേക്ക് വരാനായിട്ട് കാരണമാവും, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ സുരക്ഷിതമല്ലാത്തൊരു ട്രാൻസ്ഫ്യൂഷനിലൂടെ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ആഗോള സമീപനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. അടുത്തത്, an average person carries almost 5 liters of blood. അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട.
ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ? 5 ലിറ്റർ. ഒന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. An average person carries almost 5 liters of blood. ഓപ്ഷനകത്ത് 4, 3, 2 എന്നൊക്കെ പറഞ്ഞ് കാണും കേട്ടോ. 5 ലിറ്റർ ബ്ലഡ് ആണ് ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് കേട്ടോ. ഇനി it circulates the body through blood vessels and is pumped through the heart. അറിയാലോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ? നമുക്കറിയാം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട് അല്ലെ? ഓക്കെ, ബ്ലഡ് ഉണ്ട്, പിന്നെ രക്തമുണ്ട്, രക്തക്കുഴലുകള്. പമ്പിംഗ് ഓർഗൻ ആരാണ്? ഹാർട്ടാണ് അല്ലെ? ഹൃദയമാണ് നമ്മുടെ പമ്പിംഗ് ഓർഗൻ. അതിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല പഠിക്കാനായിട്ട്. ബ്ലഡ് ബാങ്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്താണ്? അതൊരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗമാണ്. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് നമ്മൾ പാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് യെസ്, വേൾഡ് ഹെൽത്ത് അറിയാലോ, WHO എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് എത്ര ലിറ്റർ ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക? 5 ലിറ്റർ ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത നോക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്? ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകള്, പ്രവർത്തനങ്ങള് എന്തൊക്കെയാണ് കേട്ടോ? ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. The hospital blood bank functions are എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. സ്വിഫ്റ്റ് റെസ്പോൺസ് കേട്ടോ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു ദ അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. അല്ലെ, നമുക്ക് ഈ പറയുന്ന അടിയന്തര ഘട്ടങ്ങളില് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളില് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അതായത് നമുക്കറിയാലോ, ഒരു ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എമർജൻസി സിറ്റുവേഷനിലാണ് നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരാം അല്ലെ? അപ്പൊ ആ സമയത്ത് ബ്ലഡ് ബാങ്കിൽ വന്ന് ബ്ലഡ് ചോദിക്കുമ്പോൾ അവര് പറയാണ് 2 ദിവസം വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് വാന്ന് പറയാൻ പറ്റുമോ നമുക്കവിടെ? ഇല്ല. അപ്പൊ എന്താണ് പറയുന്നത്? അടിയന്തര ഘട്ടത്തില് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനില് ബ്ലഡ് കമ്പോണൻസുകൾ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളില് എത്രയും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക, സ്വിഫ്റ്റ് റെസ്പോൺസ്, ദാറ്റ് മീൻസ് വേഗത്തിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെ, ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ഇതാണ് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ. ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് സാമ്പിളുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യണം, വിലയിരുത്തണം. അതായത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. അതായത് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് ആവശ്യത്തിനനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റിസർവ് ചെയ്യുക, സൂക്ഷിക്കുക. ഓക്കെ, അതുപോലെ ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് എല്ലാ സാമ്പിളുകളും നല്ല രീതിയിൽ തന്നെ വാലിഡേറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ വിലയിരുത്തുക, ചെക്ക് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് ദ പേഷ്യന്റ്. ഓക്കെ, എന്താണ് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്? അതായത് ദാതാവിനും ഡോണറിനും. പേഷ്യന്റ് ആരാണ്? റെസിപ്പിയന്റ് ആണ് അല്ലെ? സ്വീകർത്താവ്. സ്വീകർത്താവ് എപ്പോഴും ആരായിരിക്കും? ഒരു പേഷ്യന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത അത് നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ ഞാനൊരു വ്യക്തിക്ക് ഞാൻ വേറൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഞാനൊരു പേഷ്യന്റ് ആണ്, ഞാനൊരു റെസിപ്പിയന്റ് ആണെന്ന് ഇരിക്കട്ടെ. ഞാൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണ്. അപ്പൊ ബ്ലഡ് സ്വീകരിക്കുന്ന സമയത്ത് എന്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ആളുടെ ബ്ലഡ് തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു ബ്ലഡിനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്.
അല്ലെ? ശരിക്കും എന്നെ സംബന്ധിച്ച്, എന്റെ ബോഡിയെ സംബന്ധിച്ച് അതൊരു ഫോറിൻ ബ്ലഡ് ആണ്. കാര്യം ശരിയാണ്, ഗ്രൂപ്പും ഒക്കെ ഓക്കെയാണ്, മാച്ച് ആണ്. എങ്കിലും എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഞാനത് സ്വീകരിക്കുന്ന സമയത്ത് ചെറിയ ചില ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒരുപക്ഷെ എന്റെ ശരീരത്തിൽ ഉണ്ടായേക്കാം. എന്ന് പറയുന്നത് എന്റേതല്ലാത്തൊരു ബ്ലഡ് ഞാൻ സ്വീകരിക്കുന്നു, ചിലപ്പോൾ അത് എന്റെ ശരീരത്തിൽ കയറുന്ന സമയത്ത് ചെറിയ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഷിവറിംഗ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, വരാൻ സാധ്യതയുണ്ട്. അപ്പോ അതേസമയം അങ്ങനെ വരാം, ചാൻസുകൾ ഉണ്ട്. അപ്പോ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഒരു ഇമ്മ്യൂണിറ്റിയും എന്റെ ഇമ്മ്യൂണിറ്റിയും ഏകദേശം സ്യൂട്ടബിൾ ആണെങ്കിൽ, ഏകദേശം ഒരുപോലെ ആണെങ്കിൽ, ഞാൻ ആ ബ്ലഡ് സ്വീകരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചെറിയ ചില റിയാക്ഷൻസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം രണ്ടുപേരുടെയും ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഏകദേശം ഓക്കെയാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ബ്ലഡ് സ്വീകരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന ചില റിയാക്ഷൻസുകൾ എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറെ കൂടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത് ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള ഒരു പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത. ആ ഒരു അനുയോജ്യത സ്യൂട്ടബിലിറ്റി ഓക്കെ ആണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചെറിയ റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, അത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്ത പോയിന്റ് കേട്ടാ, നാലാമത്തെ പോയിന്റ് ഇതാണ്, choosing of suitable blood components for the each clinical condition. ഇതാണ് പറയുന്നത് choosing of suitable blood components for each clinical condition. ഓരോരുത്തരുടെ each clinical condition, അതായത് ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഈ കാര്യമാണ് ഞാൻ തുടക്കം പറഞ്ഞത്. എല്ലാവർക്കും എല്ലാ കമ്പോണന്റും ആവശ്യമായിട്ട് വരില്ല. ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷന് അനുസരിച്ചുകൊണ്ട്, ഇപ്പൊ ഒരു അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അയാളുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അയാൾക്ക് RBC എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ആവശ്യമായിട്ടുള്ളത്, അല്ലെ? അതേസമയം ഇപ്പൊ ഡെങ്കി ഫീവർ വന്നിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാൽ അയാൾക്ക് പ്ലേറ്റ്ലെറ്റ് പോലുള്ള കമ്പോണന്റ് ആയിരിക്കും ആവശ്യം വരിക. അപ്പൊ ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻ അവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ അവരുടെ ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസിനും അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള ബ്ലഡ് കമ്പോണന്റുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് ഇതാണ്, കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അതുപോലെ തന്നെ ഇത്തരം ബ്ലഡ് കമ്പോണൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമല്ല അത് ഡെലിവറി വിതരണം ചെയ്യുന്ന സമയത്ത് കോഷ്യസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ബ്ലഡ് കമ്പോണന്റുകൾ കൈകാര്യം ചെയ്യാനും അതിന്റെ വിതരണം ഒക്കെ നടത്താനായിട്ട്, അല്ലെ? അതൊക്കെ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. തോന്നിയ രീതിയിലല്ല നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത്. ബ്ലഡ് കമ്പോണന്റുകളാണ്, മറ്റൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഡെലിവറി ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതാണ് കോഷ്യസ് മീൻസ് കെയർഫുൾ ആയിട്ട്, ഏറ്റവും സേഫ് ആയിട്ട് വേണം ബ്ലഡ് കമ്പോണൻസുകൾ നമ്മൾ കൈകാര്യം ചെയ്യാനും ഡെലിവർ ചെയ്യാനും. അടുത്തതാണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. എന്താണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ് കേട്ടോ. അത് മാത്രമല്ല, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മുടെ ബ്ലഡ് ബാങ്കിനടുത്തുള്ള ബ്ലഡും മറ്റുള്ള ബ്ലഡിന്റെ എലിമെന്റ്സിലേക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ മാനേജ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണന്റുകളൊക്കെ തീർന്നു പോകുകയാണെങ്കിൽ അത് നമ്മൾ സ്റ്റോക്ക് വെക്കണം, അല്ലെ? തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അത് കളക്ട് ചെയ്ത് ആ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം, അല്ലെ? കാര്യം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണ്, ഏത് കമ്പോണന്റുകൾ വേണമെങ്കിലും ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ ആ സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡിന്റെ കമ്പോണന്റ്സും കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് അവിടെ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ആർക്കുണ്ട്, ബ്ലഡ് ബാങ്കിനുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്, കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്താണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? അതായത് നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ക്ലബുകള്, ചില ഓർഗനൈസേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുണ്ട്, അല്ലെ? ചില കൂട്ടായ്മകളൊക്കെ ഉണ്ട്, യൂത്തിന്റെ ചില ക്ലബുകള്, ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്ക് തന്നെ പലപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് കാര്യങ്ങൾ അതിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സും
തമ്മിലായിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉറപ്പാക്കേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. കാര്യം എന്തുകൊണ്ടാണ്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യത്തിന് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കണം. അപ്പൊ അവിടെ ഏതെങ്കിലും കമ്പോണന്റുകളുടെ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കമ്പോണന്റ് കളക്ട് ചെയ്യാനും നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പറഞ്ഞ പോയിന്റുകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന്, സ്വിഫ്റ്റ് റെസ്പോൺസ്, അതായത് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ റീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുക. ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ശരിയായ അളവില് മീൻസ് റിസർവ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള ആ ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത കറക്റ്റ് ആയിട്ട് വിലയിരുത്തുക. പിന്നെ ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ബ്ലഡ് കമ്പോണൻസിൽ ചൂസ് ചെയ്യുക, തെരഞ്ഞെടുക്കുക. പിന്നെ ബ്ലഡ് കമ്പോണൻസുകൾ എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും അറ്റ്മോസ്റ്റ് കെയർ എടുക്കുക കേട്ടോ. ഏറ്റവും കെയറോട് കൂടി, ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. പിന്നെ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡിന്റെയും മറ്റ് ബ്ലഡ് കമ്പോണൻസിന്റെയും സ്റ്റോക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. സ്റ്റോക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്തുക. ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിക്കാമോ നിങ്ങൾ? 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കൂ. പറഞ്ഞ പോയിന്റുകളൊക്കെ. എങ്ങനെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക? താഴെ തന്നിരിക്കുന്നതില് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും പോയിന്റുകൾ തന്നു വേറെ ഇതിലില്ലാത്ത വല്ല പോയിന്റ് ഒക്കെ എടുത്ത് തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വായിക്കും കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, വായിച്ചോ? ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലൊക്കേഷൻ ആണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലില് ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എവിടെയായിരിക്കണം, അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പോയിന്റ് ഇതാണ്. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളോട് ചോദിക്കാം, ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ഇൻ ഹോസ്പിറ്റൽ ഈസ്, ഏതാണ് ഐഡിയൽ ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഓപ്ഷൻ അകത്ത് ഫസ്റ്റ് ഫ്ലോർ, തേർഡ്, സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു തരൂ കേട്ടോ. ഉത്തരം എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഐഡിയൽ ലൊക്കേഷൻ. ഓക്കെ, പിന്നെ എന്താണ് കാര്യം അറിയാലോ, നമുക്ക് എമർജൻസി സിറ്റുവേഷനിലൊക്കെയാണ് ബ്ലഡ് ബാങ്കിലോട്ട് ആൾക്കാർ വരുന്നത്. ആ സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാവുന്നതാണ് കുറേ കൂടെ കംഫർട്ട് ആണ് കേട്ടോ. അതുകൊണ്ടാണ് സോ ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. രണ്ടാമത്തത് ഈസി വിസിബിലിറ്റി ആണ്. നമുക്ക് എളുപ്പം കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ റീസൺ നിങ്ങൾക്കറിയാം. എമർജൻസി ആണ്, എമർജൻസി സിറ്റുവേഷനിലാണ് പലപ്പോഴും നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. സോ ഈസി വിസിബിലിറ്റി ആയിരിക്കണം, ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. അടുത്ത പോയിന്റ് ഇതാണ്. In near proximity, ഇത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോക്സിമിറ്റി തന്നെ സമീപത്തായിരിക്കണം എന്നുള്ള അർത്ഥം, അടുത്തായിരിക്കണം. അപ്പൊ എന്തിന്റെയൊക്കെ അടുത്തായിരിക്കണം? ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഏതാ? നമ്മൾ പഠിച്ചതാണ്. ഏതാ? കാഷ്വാലിറ്റി അല്ലെ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്. പിന്നെ ഹോസ്പിറ്റലിന്റെ മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനോട് സമീപത്തായിരിക്കണം എന്തിന്റെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. കാര്യം അറിയാലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് സിവിയർ ബ്ലഡ് ലോസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ബ്ലഡ് ചിലപ്പോൾ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും.
അതുപോലെ മറ്റു പല ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രോക്സിമായിട്ട്, ദാറ്റ് മീൻസ് അതിനോട് അടുത്തായിരിക്കണം എന്തിന്റെ സ്ഥാനം, നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. അടുത്ത പോയിന്റ് ഇതാണ്, it will have a distinct entry and exit with the wide corridors and waiting space to curtail the traffic congestion. It will have a distinct entry and exit. എന്നുവെച്ചാൽ ഒരു ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് വളരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സിറ്റും എൻട്രിയും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ബാങ്കിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട്, ഡിസ്റ്റിങ്ക്റ്റ് മീൻസ് ഇവിടെ സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും അവർക്ക് ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, അത്യാവശ്യം എന്താ പറയാ വെയിറ്റിംഗ് സ്പേസും അതുപോലെ കോറിഡോർസും ഒക്കെ ഉള്ള ഒരു വിശാലമായിട്ടുള്ള സ്ഥലമായിരിക്കണം. അതിന് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഒക്കെ ഉണ്ടായിരിക്കാൻ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കർട്ടെയിൽ ദ ട്രാഫിക് കൺജഷൻ. അല്ലെ, കർട്ടെയിൽ എന്ന് വെച്ചാൽ എന്താ? റെഡ്യൂസ് ചെയ്യാനായിട്ട്, ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാനായിട്ടാണ് അല്ലെ നമ്മൾ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റും കൊടുക്കുന്നത്. എല്ലാ ആളുകളും ഒരേ വഴിയിലൂടെ തന്നെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് വരാനും ട്രാഫിക് കൺജഷൻ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റും ഇപ്പോഴും ഉണ്ടായിരിക്കണം. അത്യാവശ്യം വെയിറ്റിംഗ് സ്പേസ് ആളുകൾക്കായിക്കോട്ടെ വണ്ടികൾക്കായിക്കോട്ടെ അവർക്ക് വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻസ്. കേട്ടോ, ഇതാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, തീർച്ചയായിട്ടും അത് സ്പേഷ്യസ് ആയിരിക്കണം, അത്യാവശ്യം വിശാലമായിരിക്കണം. എന്നിരുന്നാലും ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി, ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, എന്നാൽ പിന്നെ ആളുകൾക്ക് എല്ലാവർക്കും കൂടെ കട്ടൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് പാടില്ല. പബ്ലിക് എൻട്രി ഇപ്പോഴും എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ, പബ്ലിക് എൻട്രി വളരെ മിനിമം രീതിയിൽ മാത്രമേ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് എന്താണ്? സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ലാബ് ടെക്നീഷ്യൻ. അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ ജോലികളിൽ പ്രത്യേകിച്ച് ഒരു ഇന്റർഫറൻസ്, തടസ്സം വരുത്താത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി അനുവദിക്കുന്ന സ്ഥലമായിരിക്കണം. എന്നുവെച്ചാൽ എന്നാൽ വിശാലമായിരിക്കാൻ വേണം. ഓക്കെ, പബ്ലിക് എൻട്രി മിനിമം ആയിരിക്കണം. അതെങ്കിൽ മാത്രമേ നമുക്കറിയാം ബ്ലഡ് ബാങ്ക് അവിടെ ഏറെ ക്ലീൻ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ ലാബ് ടെക്നീഷ്യന്മാരുടെ ജോലികൾക്ക് ഒരിക്കലും തടസ്സം വരാൻ പാടില്ല. അവരൊരിക്കലും എന്താണ് ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. ഇത്രയും പറഞ്ഞത് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. അതുപോലെ പൊതുവെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, മറ്റുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നായിരിക്കും ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. പിന്നെ ഒരു ബ്ലഡ് ബാങ്കിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഒക്കെ വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം. കാരണം ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്പേഷ്യസ് ആയിരിക്കണം, വിശാലമായിരിക്കണം, പക്ഷെ വളരെ കുറച്ച് പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. എങ്കിൽ മാത്രമേ ലാബ് ടെക്നീഷ്യന്മാരുടെ വർക്കുകൾ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ അന്നത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനോഗ്രാം ആണ് കേട്ടോ. ഓർഗാനോഗ്രാം കേട്ടിട്ടുണ്ടോ? ഓർഗാനോഗ്രാം എന്താണ്? ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാല് എന്താണ്? ഓർഗാനോഗ്രാം ചിത്രം പിക്ചർ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. അറിയില്ല? കുഴപ്പമില്ല. അപ്പൊ ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ഇനി മറക്കരുത് കേട്ടോ. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ it is a diagrammatic or a graphical representation of an organizational structure. Okay, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആവാം, ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം. അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറക്റ്റ് ആണ് കേട്ടോ. ഡയഗ്രാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് പറഞ്ഞത്? നബീല പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഡയഗ്രാം തന്നെയാണ്. ഇറ്റ് ഈസ് ഒരു ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ പൊതുവെ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഇറ്റ് ഷോസ് ദ ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു ബന്ധമാവാം, അല്ലെങ്കിൽ ചില ജോബ് പൊസിഷനുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ്. ഹൈറാർക്കി എന്ന് വെച്ചാൽ ഒരു ശ്രേണീപരമായിട്ടുള്ള ഒരു എന്താ പറയുക റെപ്രസെന്റേഷൻ ആണ് കേട്ടോ ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ നമ്മള് ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പ്രൈമറി സ്കൂൾ എടുക്കാന്ന് വിചാരിക്കും. 1 മുതൽ 4 വരെയുള്ള ഒരു പ്രൈമറി സ്കൂൾ. അപ്പൊ നമ്മൾ ആ ഒരു പ്രൈമറി സ്കൂളിന്റെ ഘടനയെ അതിന്റെ സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ഒരു ഓർഗാനോഗ്രാം വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ ആരായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? ഹെഡ് മാസ്റ്റർ ആയിരിക്കും. ഏറ്റവും ടോപ്പില് ഹെഡ് മാസ്റ്റർ ആയിരിക്കും. അവരുടെ കീഴിൽ ആരുണ്ടാവും? കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സിന്റെ കീഴിലാണ് സ്റ്റുഡൻസ് വരുന്നത് അല്ലെ. നമ്മൾ അവിടുത്തെ സ്ട്രക്ചർ ഒന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു അല്ലെ. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് HM ആണ്, ഹെഡ് മാസ്റ്റർ ഓഫ് ഹെഡ് മിസ്ട്രസ് ആണ്. അവരുടെ കീഴിൽ ടീച്ചർമാര് വരുന്നു, ടീച്ചർമാരുടെ കീഴിൽ സ്റ്റുഡൻസ് വരുന്നു. സ്റ്റുഡൻസിന് നമ്മൾ ആ ഒരു ജോബ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരു ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റുഡൻസിന് ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? ടീച്ചറുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ടീച്ചേഴ്സ് ആ പ്രശ്നം ആരുടെ അടുത്തായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക? HMന്റെ അടുത്തായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത് ഒരു ഓർഗനൈസേഷൻ ഒരു ഓർഗാനോഗ്രാം ആണ് പറഞ്ഞത്. അതുപോലെ ഒരു ഓർഗാനോഗ്രാം ആണ് ഇവിടെ കൊടുത്തത് കേട്ടോ. ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗാനോഗ്രാമിന് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാര്യം എന്താണെന്നറിയോ, ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് വായിക്കാം. ഓർഗാനോഗ്രാം കേട്ടോ. 2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി കാഴ്ച കിട്ടാമെന്ന് കണ്ടിയുള്ളൂ. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. അത് ആരാണെന്നോ അയാളുടെ ജോലി എന്താണെന്നോ അതൊന്നും നമ്മൾക്ക് അറിയണം. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഏറ്റവും ടോപ്പിൽ എന്താ വരുന്നത്? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ ആണ് ഏറ്റവും ടോപ്പ് പൊസിഷൻ. അപ്പൊ നമ്മൾ അവിടെ ജോബ് പൊസിഷന്റെ ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാണ് വരുന്നത് നോക്കിയേ? HOD ആണ് അല്ലെ. HOD ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ബ്ലഡ് ബാങ്ക് ആണ് അല്ലെ. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിരിക്കും അവിടെ വരിക അല്ലെ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് നോക്കിയേ? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ചീഫ് പേഴ്സണൽ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അല്ലെ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് ആണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ താഴെ ആരാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിലായിട്ട് ഒരേ ലെവലില് 3 പേരാണ് അവിടെ വരുന്നത്. ഒരേ ലെവലില് 3 പേരാണ് അവിടെ വരുന്നത്. ആരൊക്കെയാണ് 3 പേര് നോക്കി ഏറെ പോകുന്ന നോക്കുക കേട്ടോ. ആദ്യം വരുന്നത് BTO ആണ്. BTO എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണം കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കണേ. BTOന്റെ ഫുൾ ഫോം എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ എന്നാണ് കേട്ടോ. ഓക്കെ. പിന്നെ മറ്റൊരാളാരാണ്? ക്വാളിറ്റി മാനേജർ. ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. മൂന്നാമത്തെ എന്താണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ. അപ്പൊ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴില് ഒരേ ലെവലില് 3 പേര് വന്നിട്ടുണ്ട്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, രണ്ടാമത്തെ ക്വാളിറ്റി മാനേജർ, മൂന്നാമത്തേത് ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്ലിയർ? ഇനി ഇവിടെ ക്വാളിറ്റി മാനേജറുടെ കീഴിൽ പിന്നെ ആരും വരുന്നില്ല, അതവിടെ അവസാനിച്ചു കേട്ടോ. ഇനി നോക്കിയേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറുടെ കീഴിൽ ആരാണ് വരുന്നത്? ടെക്നീഷ്യൻ ആണ് വരുന്നത്. ടെക്നീഷ്യൻ ആണ്. ടെക്നീഷ്യന്റെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ടെക്നീഷ്യന്മാർ അല്ലെ. ടെക്നീഷ്യന്റെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ആണ് വരുന്നത്. ദെൻ അടുത്തത് ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫർ ടെക്നിക്കൽ സൂപ്പർവൈസർ നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിലായിട്ടാണ് ആര് വരുന്നത്? ക്ലർക്ക്, നഴ്സസ് ആൻഡ് PRO കേട്ടോ. ആരൊക്കെയാണ്? ക്ലർക്ക്, നഴ്സസ്, PRO. PRO എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അവിടെ എഴുതി വെച്ചോണ്ടാ. PRO ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇത്രയുള്ള അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഓർഗാനോഗ്രാം ഏറ്റവും ടോപ്പിൽ ആണ് വരുന്നത്? മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ താഴെ HOD. HODയുടെ താഴെ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിൽ ഒരേ ലെവലിലെ 3 പേരാണ്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്ലിയർ? ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ പിന്നെ ആരും വരുന്നില്ല. BTOയുടെ കീഴിൽ ടെക്നീഷ്യൻ, ടെക്നീഷ്യന്റെ കീഴിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിൽ ആരൊക്കെ വരുന്നുണ്ട്? ക്ലർക്ക്, PRO, നഴ്സസ് അങ്ങനെയുള്ളവരൊക്കെയാണ് വരുന്നത്. ഇനി എങ്ങനെയൊക്കെ ഇതിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ നമുക്ക്? ഒന്നിന്റെ ഡയഗ്രാം പഠിച്ചു വെച്ചാൽ, അല്ലാതെ ഒന്നിരിക്കെ ഡയഗ്രാം ആകെ ഷഫിൾ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ടഫിനാണ്, ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡയഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ട് ഷഫിൾ ചെയ്തൊക്കെ തരും. അതായത് ഇപ്പോ തെറ്റിത്തരും, പൊസിഷനൊക്കെ തെറ്റിത്തരും കേട്ടോ. PRO എന്ന് പറഞ്ഞാല് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ.
PRO നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? PRO പബ്ലിക് റിലേഷൻ ഓഫീസറുടെ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ പബ്ലിക്കിന് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് PROs ആണ് കേട്ടോ, പബ്ലിക് റിലേഷൻ ഓഫീസർമാര്. ഓക്കെ, അപ്പം ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഷഫിൾ ചെയ്തിട്ടാണ് ചോദിക്കുക. ചിലപ്പോൾ ഡയഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിത്തരും, എന്നിട്ട് നിങ്ങളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും. അത് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ BTOന്റെ ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം. BTO എന്താണ്, PROന്റെ ഫുൾ ഫോം ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കറിയാം എപ്പോഴും ഇപ്പൊ ഞാൻ നേരത്തെ ഒരു പ്രൈമറി സ്കൂളിന്റെ കാര്യം പറഞ്ഞു. സ്റ്റുഡൻസിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യാം? ടീച്ചറുടെ അടുത്തായിരിക്കും. പക്ഷെ അവരുടെ തൊട്ട് മുകളിലുള്ള ജോബ് പൊസിഷൻ ആരാണോ, ഓതറൈസ്ഡ് വ്യക്തി ആരാണോ അവരുടെ അടുത്തായിരിക്കും ഒരു റിപ്പോർട്ട് ചെയ്യുക, അല്ലെ? ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇപ്പൊ BTO ആരുടെ അടുത്തായിരിക്കും ഞാൻ ചോദിക്കുകയാണ്. ഒരു ക്ലർക്ക് അല്ലെങ്കിൽ നഴ്സസ് ഓർ PRO ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? റിപ്പോർട്ട് ചെയ്യുന്ന ആരുടെ അടുത്തായിരിക്കും? ടെക്നിക്കൽ സൂപ്പർവൈസറുടെ ആയിരിക്കും. കാര്യം അവരുടെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന പൊസിഷൻ ആരുടെയാണെന്ന് നോക്കാം. അവരുടെ അടുത്തായിരിക്കും അവര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഇപ്പൊ ക്ലർക്ക് നഴ്സസ് PRO ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസറുടെ അടുത്തായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഒരു ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം? HOD അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന് തൊട്ട് മുകളിലിരിക്കുന്നത് അവരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആയ ഓർഗാനോഗ്രാം വിത്ത് എന്ത് ചെയ്താൽ മതി? 2 പ്രാവശ്യം അനുസരിച്ച് വായിച്ചാൽ മതി, കിട്ടും. വേറെ ബുദ്ധിമുട്ടുന്നത്. ഓക്കെ, നോക്കാം. അടുത്ത ഭാഗത്തോട്ട് പോവാന്ന് നോക്കാം. അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്ക്. നമ്മൾ തുടക്കം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റ്, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് കേട്ടോ. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടെസ്റ്റുകള്, പരിശോധനകള് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, എ സർട്ടൈൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ് ആർ ഡൺ in the lab once the blood is donated but not restricted to the following. എന്താണ് പറയുന്നത്? താഴെ തന്നിട്ട് നമ്മൾ ഒരു തവണ ബ്ലഡ് ബാങ്കിനകത്തോട്ട് നമ്മളൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില പ്രിലിമിനറി ടെസ്റ്റുകൾക്ക് വിധേയമാകും. ഈ വരുന്ന ബ്ലഡിനെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അത് വളരെ കുറച്ച് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് പഠിക്കാൻ കുറച്ച് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിൽ കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. കുറച്ച് മാത്രം നമുക്ക് പഠിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് നോക്കി, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് എന്താണ്? ടൈപ്പിംഗ് ടെസ്റ്റ്. ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ABO ഗ്രൂപ്പ് ആണ് കേട്ടോ. ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ABO ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ടൈപ്പ്, അല്ലെ? അതെല്ലാം ആദ്യം ചെയ്യാം. ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്തറിയണം? ആ വന്ന ബ്ലഡ് ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ് ആദ്യം നമുക്ക് അത് കണ്ടെത്തണം. അതാണ് എന്ത്? ഗ്രൂപ്പിംഗ് ടെസ്റ്റ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. ABO ഗ്രൂപ്പ് ആണ്. നമുക്കറിയാം, നമ്മുടെ പൊതുവെ ഹ്യൂമൻ നമ്മൾ പറയുമ്പോൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാ. എത്ര ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട്? ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ A ഉണ്ട്, പിന്നെ B, AB, O, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് A ഉണ്ട്, B ഉണ്ട്, AB, അതുപോലെ തന്നെ O. അങ്ങനെ നമ്മൾ പൊതുവെ പറയുക ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് കേട്ടോ. ABO എന്ന് പറയുമ്പോൾ ABയും Oയും മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പോ എന്റെ ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ A ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഓക്കെ, എങ്ങനെയാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് എനിക്ക് എങ്ങനെയാ മനസ്സിലായത്? ഞാനൊരു A ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആളാണെന്ന് എങ്ങനെയാ മനസ്സിലായേ? എന്നിട്ട് എന്റെ ബ്ലഡ് എടുത്തു. എന്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എന്ത് കൺക്ലൂഡ് ചെയ്തു? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ A ഗ്രൂപ്പിൽ പെട്ട ആളാണ്. പോസിറ്റീവോ നെഗറ്റീവോ അവിടെ ഇരിക്കട്ടെ കേട്ടോ, നമുക്ക് അടുത്തത് പറയാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഗ്രൂപ്പിംഗ് സിസ്റ്റം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജൻ ആണ്. ഇനി വേറൊരാളുടെ ബ്ലഡ് കളക്ട് ചെയ്തു, അതുകൊണ്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയപ്പോ അതിനകത്ത് ആന്റിജൻ Bയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ആന്റിജൻ Bയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ നിന്നും എന്ത് കൺക്ലൂഡ് ചെയ്തു? ആ ബ്ലഡ് B ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി
വേറൊരാളുടെ ബ്ലഡ് കളക്ട് ചെയ്തു, അത് ടെസ്റ്റിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ആന്റിജൻ എയുടെയും ബിയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. രണ്ടും ഉണ്ടായിരുന്നു, ആന്റിജൻ എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്തു? അയാള് AB ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി വേറൊരാളുടെ ബ്ലഡ് എടുത്തു, അത് ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞപ്പോ ഒരു ആന്റിജന്റെയും സാന്നിധ്യം അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒരു ആന്റിജന്റെയും സാന്നിധ്യം അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു? അത് O ഗ്രൂപ്പ് ആണ്. ഇതാണ് O ഗ്രൂപ്പ് ആണ് എന്ന് പറഞ്ഞാല് ആന്റിജനുകളൊന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അതെന്താണ്? O ഗ്രൂപ്പ് ആണ്. മനസ്സിലായോ? ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജൻ എയും B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പില് B എന്ന ആന്റിജനും AB ബ്ലഡ് ഗ്രൂപ്പിനകത്തെ എയും ബിയും എന്ന ആന്റിജനും ആന്റിജൻസുകൾ ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിന് നമുക്ക് O ഗ്രൂപ്പ് എന്നും പറയും. ക്ലിയർ ആയോ? അങ്ങനെയാണ് ആ ഒരു ആന്റിജന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ആ ഗ്രൂപ്പുകളെ നമ്മൾ തിരിക്കുന്നത് കേട്ടോ. A ആണോ, B ആണോ, AB ആണോ, O ആണോ എന്നൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടെത്തുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് എന്താണ്? ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, രണ്ടാമത്തെ ടെസ്റ്റ് എന്താണെന്നറിയോ? RH ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. എന്താണ് RH ടൈപ്പിംഗ്? ദാറ്റ് മീൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ അല്ലെ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ ഗ്രൂപ്പ് പറഞ്ഞു അല്ലെ? ഗ്രൂപ്പ് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. A തന്നെ A പോസിറ്റീവ് A നെഗറ്റീവ്, B പോസിറ്റീവ് B നെഗറ്റീവ്, AB പോസിറ്റീവ് AB നെഗറ്റീവ്, O പോസിറ്റീവ് O നെഗറ്റീവ് എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അല്ലെ? അപ്പൊ അതിന് നമ്മള് RH ടൈപ്പിംഗ് ടെസ്റ്റ് എന്നാണ് പറയുക. RH എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റീസസ് എന്നാണ് കേട്ടോ. റീസസ്, RHESUS, റീസസ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് നമ്മള് ക്യാപിറ്റൽ R സ്മോൾ h എന്ന് പറയുന്നത്. എന്താണെന്നറിയോ ഈ റീസസ് ഫാക്ടർ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ ഫാക്ടർ that determines whether a blood group is positive or negative. അതായത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്താണ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ഏതാണ്? അത് RH ഫാക്ടർ ആണ് കേട്ടോ. റീസസ് ഫാക്ടർ ആണ് എന്ന് പറഞ്ഞാല് RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ RH എന്ന് പറഞ്ഞ RH ഫാക്ടർ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് RH ഫാക്ടർ ആണ്, റീസസ് ഫാക്ടർ ആണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, RH ഫാക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ടെസ്റ്റിംഗ് ആണ് രണ്ടാമത്തെ അവിടെ ചെയ്യുന്നത് കേട്ടോ. RH ടൈപ്പ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ കേട്ടോ. അതായത് നമ്മുടെ പണ്ട് റീസസ് കുരങ്ങനുണ്ട്. റീസസ് കുരങ്ങ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ റീസസ് കുരങ്ങുകളിലാണ് ഇതിന്റെ പരീക്ഷണങ്ങൾ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് അതിനകത്താണ് ചെയ്തു നോക്കിയത്. അതിൽ നിന്നാണ് ഈ RH ഫാക്ടറിനെ കണ്ടെത്തിയത്. അപ്പൊ അതിനോടുള്ള ഒരു എന്താ പറയാ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് അങ്ങനെ പേര് വന്നത്. RH എന്ന് പറയുന്നത് റീസസ് കുരങ്ങുകളിലാണ് അതിന്റെ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ അതിനാണ് കണ്ടെത്തിയത്. സോ അതിനോടുള്ളൊരു റെസ്പെക്ട് കൊണ്ടാണ് RH എന്നുള്ള ആ ഒരു പേര് തന്നെ കൊടുത്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ബോറടിക്കുന്ന നിങ്ങൾ പറയണം കേട്ടോ. ആ സമയത്ത് നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പിന്നെ പയ്യെ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. അടുത്തതാണ് സ്ക്രീനിങ് ഫോർ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause complications in the recipient. That is the transfusion reaction test. അടുത്ത പരിശോധന എന്താണെന്ന് അറിയോ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ്. എന്താണ് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് അറിയാമോ? ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? അതായത് ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്.
ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില പ്രതികൂലമായിട്ടുള്ള എന്താ പറയാ റിയാക്ഷൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെപ്പോഴും മനസ്സിലുണ്ടാവാം. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നല്ല റിയാക്ഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രതികൂലമായിട്ടുള്ള ചില റിയാക്ഷൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഞാനിപ്പോ വേറെ നാളിന്റെ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ എന്റേതല്ലാത്തൊരു ബ്ലഡ് ആണ്, എന്താ പറഞ്ഞാൽ എന്റെ ഗ്രൂപ്പും ഒക്കെ കറക്റ്റ് ആണ്, എങ്കിലും എന്റെ ശരീരത്തെ പറ്റി എന്റെ ബോഡിയെ സംബന്ധിച്ച് അതൊരു ഫോറിൻ ബ്ലഡ് ആണ്. അങ്ങനെ ഒരു ബ്ലഡ് എന്റെ ശരീരത്തിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൈൽഡ് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ ചില കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില റിയാക്ഷൻസ്, ചിലപ്പോ സിവിയർ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് വളരെ സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ഷിവറിങ് പോലെ വരാം, അല്ലെങ്കിൽ കോൾഡ്നെസ് പോലെ തണുപ്പ് അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ ഒരു ഷേക്കിങ് പോലെ അനുഭവപ്പെടുക, അതൊക്കെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. ചില ആളുകൾക്ക് എന്താ പറയുക ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രതികൂല റിയാക്ഷൻസിനെയാണ് അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ screening for any accidental red blood cell antibodies that may cause complications in the recipient. അതായത് സ്വീകർത്താവില് ഏതെങ്കിലും തരത്തില് സങ്കീർണതകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ചില റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിലൊക്കെ നടക്കുന്നുണ്ട്. അതായത് ചില ആക്സിഡന്റൽ ആയിട്ട് വരുന്നതാണ്, എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. ആക്സിഡന്റൽ ആയിട്ട് ഏതെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് അത് നല്ലതല്ല കേട്ടോ, അതിന്റെ പ്രസൻസ് നല്ലതല്ല, ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ വരുന്ന റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുന്ന ആളുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് അയാളുടെ RBCനെ റെഡ് ബ്ലഡ് സെല്ലുകളെ നശിപ്പിച്ചു കളയും. ഓക്കെ, അത് ഇപ്പോഴും ഉണ്ടാവുന്നതല്ല, ആക്സിഡന്റൽ ആയിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള അതായത് റെസിപ്പിയന്റിന് എന്താ പറയാ കോംപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ചുരുക്കി പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ഇതാണ്, സ്ക്രീനിങ് ഫോർ ദ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV, then ട്രിപ്പോനിമ പാലിഡം, സിഫിലിസ് കേട്ടോ. പിന്നെ അടുത്ത ടെസ്റ്റ് എന്താണ്, സ്ക്രീനിങ് ഫോർ ദ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ, നിലവിലുള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തണം. ഇൻഫെക്ഷൻസിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് നിലവിലുള്ളതോ അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള എന്താണ് ഇൻഫെക്ഷൻസുകളുടെ സ്ക്രീനിങ് ടെസ്റ്റുകളും അതിനകത്ത് നടത്തുന്നുണ്ട് അല്ലെ. നമുക്കറിയണം വന്ന ബ്ലഡിനകത്ത് ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയണം. പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട്, പ്രത്യേകമായിട്ട് ചില ഇൻഫെക്ഷൻസ് അത് എടുത്തു പറയുന്നുണ്ട്, അത് മസ്റ്റ് ആയിട്ടും ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഏതാണ്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എന്താണ്, കരൾ വീക്കമാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് B and C അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻ ആണ് കേട്ടോ. കരൾ വീക്കം ഹെപ്പറ്റൈറ്റിസ് B and C എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് തന്നെ A, B, C, D, E ഒക്കെ വരെ ഉണ്ട്. അതിൽ Bയും Cയും ആണ് പ്രധാനമായിട്ടും ബ്ലഡ് പോലെയുള്ള എന്താ പറയുക ബോഡി ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. Aയും Bയും Eയും ഒക്കെ പൊതുവെ കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, മലിനമായിട്ടുള്ള ഭക്ഷണ വസ്തുക്കളിൽ നിന്നാണ്. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C എന്ന് പറയുന്നത് ബ്ലഡ് പോലുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ചെക്കിംഗ് ആണ് നടത്തണം. പിന്നെ അറിയാവുന്നതുണ്ട് HIV അല്ലെ, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV ഫുൾ ഫോം ഒക്കെ ഇവിടെ പഠിച്ചു വെക്കണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. HIV വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണിത് എയ്ഡ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്, HIV ആണ് അല്ലെ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആ പേരിൽ തന്നെ കിടപ്പുണ്ട്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ്, ഒരാളുടെ പ്രതിരോധ ശക്തിനെയാണ് ഇത് ബാധിക്കുന്നത് അല്ലെ. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ഡെഫിഷ്യന്റ് ആക്കുന്ന ഇമ്മ്യൂണിറ്റിനെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു വൈറസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് HIV വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അവിടെ നഷ്ടപ്പെടും.
കുറയും. ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധം കുറയുന്നത് എന്താവും? അടിക്കടി നമുക്ക് ഇഷ്ടംപോലെ അസുഖങ്ങൾ നമ്മളെ കയറി പിടിക്കാനായിട്ട് തുടങ്ങും അല്ലെ? അങ്ങനെ അവസാനം അസുഖങ്ങൾ വന്ന് ആരോഗ്യം നശിച്ച് ഇമ്മ്യൂണിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് രോഗി അവസാനം മരണത്തിന് കീഴടക്കും. അതാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കേട്ടോ. അപ്പൊ എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് HIV. അത് പ്രധാനം അറിയാലോ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് പ്രത്യേകിച്ച് ബ്ലഡ് പോലുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും കേട്ടോ. അപ്പൊ അതിന്റെ ടെസ്റ്റിംഗ് നടത്തണം. പിന്നെ വരുന്നതാണ് ട്രിപ്പോനിമ കാൻഡിഡം, ബ്രാക്കറ്റില് സിഫിലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിഫിലിസ് എന്നാണ് അസുഖത്തിന്റെ പേരാണ് സിഫിലിസ് കേട്ടോ. ശരിക്കും മലയാളത്തിൽ പറങ്കിപ്പുണ്ണ് എന്നൊക്കെയാണ് പറയുന്നത്. പറങ്കിപ്പുണ്ണ് എന്നാണ് അതിന്റെ മലയാളം കേട്ടോ. സിഫിലിസ്, സിഫിലിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് കേട്ടോ. ഈ ഒരു സിഫിലിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ഇത് ട്രിപ്പോനിമ കാൻഡിഡം. അത് ചോദിച്ചതാണ്. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ വരുത്തുന്നതാവാം, വൈറസ് വരുത്തുന്നതാവാം, ഫംഗസ് വരുത്തുന്നതാവാം, പാരസൈറ്റ്സ് വരുത്തുന്നതാവാം. പക്ഷെ സിഫിലിസ് എന്ന് പറയുന്നത് ബാക്ടീരിയ വരുത്തുന്ന ഒരു അസുഖമാണ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ട്രിപ്പോനിമ കാൻഡിഡം. ക്ലിയർ ആയോ? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ വിച്ച് ബാക്ടീരിയ? ട്രിപ്പോനിമ കാൻഡിഡം. മറക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള മറ്റു പല ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നോക്കും. എങ്കിലും ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി, HIV, അതുപോലെ സിഫിലിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള ചെക്കിങ്ങും എന്താ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? ബ്ലഡ് ബാങ്കിന് നടക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിംഗ് ടെസ്റ്റ്, ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം. രണ്ടാമത്തിന് RH ടൈപ്പിംഗ് ടെസ്റ്റ്. RH ഫാക്ടർ എന്താണ്? ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് റീസസ് ഫാക്ടർ അഥവാ RH ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടെസ്റ്റ് എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ. നാലാമത്തത് ഈ പറയുന്ന കുറച്ച് ഇൻഫെക്ഷൻസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിനകത്ത് നടക്കും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ചെറിയൊരു ടാബുലർ കോൾ ഉണ്ട്, അതൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പുകൾ? അവിടെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ബോക്സിലായിട്ട്, അതൊക്കെ കാണാണ്ടൊന്ന് പഠിക്കാം കേട്ടോ. വെറുതെ അറിഞ്ഞിരിക്കാനാണ്. According to the American Association of Blood Banks, delivery of blood types includes the following. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ അവരുടെ ഒരു എന്താ പറയാ, ഒരു അനാലിസിസിലൂടെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് അവരുടെ ബോക്സിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഈ ബ്ലഡ് ടൈപ്പുകളുടെ ഒരു വിതരണത്തെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. ബ്ലഡ് ടൈപ്പ് പറയുമ്പോൾ നമുക്കറിയാം, ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ 4 ഗ്രൂപ്പ്. ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. അപ്പൊ 8 ടൈപ്പ് വരും. 4 ബ്ലഡ് ഗ്രൂപ്പിന് 8 ടൈപ്പുകൾ. പോസിറ്റീവ്, നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ. സോ ജസ്റ്റ് ഒന്ന് വായിക്കാം. ORH പോസിറ്റീവ് 39%. RH പോസിറ്റീവ് എന്ന് പറയേണ്ട, RH ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ORH പോസിറ്റീവ് 39%, then B positive 9%, AB positive 3%, O negative 9%, A positive 31%, A negative plus 6%, B negative 2%, AB negative 1%. അപ്പൊ ഇത് കാണാണ്ട് പഠിക്കണോ? വേണ്ട. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഈ ടാബുലർ കോളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് നമുക്കൊന്ന് പറയാമോ? ആ ഒരു ബോക്സ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന, ഡെലിവറി ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഏതാണ്? O പോസിറ്റീവ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. O മാത്രം പറഞ്ഞാൽ പോലെ കേട്ടോ. O പോസിറ്റീവ് എന്ന് പറയണം, സ്പെസിഫൈ ചെയ്ത് പറയണം. കാര്യം ഇവിടെ O നെഗറ്റീവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് O പോസിറ്റീവ് ആണ്. കാര്യം 39% ഏറ്റവും കൂടുതൽ ആളുകളിൽ ഡെലിവറി ചെയ്യപ്പെടുന്ന ഒരു ബ്ലഡ് ടൈപ്പ് ആണ് O പോസിറ്റീവ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഡീറ്റെയിൽ ഡാറ്റ നമുക്ക് അതിന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ഏതാ വരുന്നത്? അടുത്തത് O പോസിറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ വിതരണം ചെയ്യപ്പെടുന്നത് ഏതാ? ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ഏതാണ്? ഏതാണ് നോക്കിയിട്ടൊന്ന് പറഞ്ഞ പെർസെന്റേജ് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. ഏതാണ്? A പോസിറ്റീവ് ആണ് അല്ലെ? അതെ, A പോസിറ്റീവ് 31% ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാന്ന് പറഞ്ഞുതരൂ. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഏറ്റവും കുറവ് ഏതാണ്?
ഓക്കെ, കറക്റ്റ് ആണ്. AB നെഗറ്റീവ് ആണ്. വെറും 1% മാത്രമേ വരുന്നുള്ളൂ. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വേറൊന്നും അതിന് ആ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഏറ്റവും കൂടുതൽ ആളുകൾ വിതരണം ചെയ്യപ്പെടുന്നത് O പോസിറ്റീവ് ബ്ലഡ് ആണ്. തൊട്ട് താഴെയാണ് A പോസിറ്റീവ് വരുന്നത്. അതേസമയം ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് AB നെഗറ്റീവ് ആണ് കേട്ടോ. 1% ആണ്. അത്ര അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. അതിന് ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, എങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ? വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിലോ അതിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബുക്കൊക്കെ കിട്ടിയ എല്ലാവർക്കും? നിങ്ങൾ എന്താണെന്ന് മിണ്ടാത്തത്? ബുക്ക് കിട്ടിയ എല്ലാവർക്കും? ആണോ? അപ്പൊ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, എടുത്ത ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിക്കാം കേട്ടോ. ശരിയാണോ? താങ്ക് യു. Okay, ma'am. Thank you.